ഹലോ, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി. നമ്മൾ നൈറ്റ് ഡ്രസ്സിൻ്റെ പാൻറ്റാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. അത് സിഗരറ്റ് പാൻറ്റാണ് നമ്മൾ തയ്ക്കുന്നത്. അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ രണ്ടായിട്ടാണ് വെട്ടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ആദ്യം ഫ്രണ്ട് പീസാണ് എടുക്കുന്നത്. ഫ്രണ്ട് പീസിന് ഇവിടെ നമ്മൾ മടക്കിയിടുന്നത് രണ്ടായിട്ട് മടക്കിയിടുക. രണ്ടായിട്ട് മടക്കിയിടുന്നത് ഒരു 12 ഇഞ്ച് വണ്ണത്തിൽ, 12 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി മടക്കിയിടുന്നു. മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴെ, 2 ഇഞ്ച് താഴ്ത്തി ഒരു മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും കൊടുക്കുക മാർക്ക്. ഇനി അവിടെ നിന്നാണ് നമുക്ക് താഴേക്ക്, അത് പടിക്കുള്ളതാണ്. നമ്മളിപ്പോൾ മുകളിൽ അടയാളപ്പെടുത്തി 2 ഇഞ്ച് അടയാളപ്പെടുത്തി എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള പടിയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴെയോട്ട് അതിൻ്റെ ഇറക്കം നമുക്കൊരു 35 ഇഞ്ചാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ 35 ആകുമ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 36 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 36 ഇഞ്ച് രണ്ട് സൈഡിലും 36 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. നമ്മളിവിടെ ഇപ്പം 12 ഇഞ്ച് വണ്ണം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഹിപ്പിൻ്റെ വണ്ണം 38, 38നെ 4 പായിക്കുമ്പം 9.5യുടെ കൂടെ ഒരു 2.5 കൂടെ കൂട്ടുക. അപ്പോഴാണ് നമുക്ക് 12 കിട്ടിയിരിക്കുന്നത്. ആ 12ആണ് ഇവിടെ 12 ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മുകളിലെ പടിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന 2 ഇഞ്ചിൽ നിന്ന്, അതിൻ്റെ താഴെ നിന്നാണ് നമ്മളിപ്പോൾ വളവിനി എടുക്കുന്നത്. അതിൽ നിന്ന് 12 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ വണ്ണവും 12ആണ് എടുത്തിരിക്കുന്നത്, താഴോട്ടുള്ള ഇറക്കവും 12ആണ് എടുത്തിരിക്കുന്നത്. അത് രണ്ട് സൈഡിലും 12 അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് അങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. താഴെയും 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അത് നേരെ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കുക. അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള 12 ഇഞ്ചാണ് അതിൻ്റെ വണ്ണം ഇരിക്കുന്നത്. ആ 12ൻ്റെ പകുതി അടയാളപ്പെടുത്തുക. 12ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6 ഇഞ്ച്, 6 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി കൊടുത്തത് താഴ്ഭാഗത്ത്, അവിടെ അതിൻ്റെ മധ്യഭാഗം സെൻറ്റർ കാണുക, സെൻറ്റർ മാർക്ക് ചെയ്യുക. ആ സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്കും 3 ഇഞ്ച് വീതം, സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്കും 3 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. നമ്മളിപ്പോൾ 2 ഭാഗത്തും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ ക്രോച്ച് ഏരിയയിലേക്ക് അവിടേക്ക് വരയ്ക്കുക. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ആ സൈഡ് ഭാഗത്ത് വരുമ്പോൾ നമ്മൾ വലിയ കർവിൻ്റെ ആവശ്യമില്ല, നേരെ വേണേലും ചെരിച്ചങ്ങോട്ട് വരച്ചെടുക്കാം. പക്ഷേ ഇവിടെ ക്രോച്ച് ഏരിയയുടെ അവിടെ വരുമ്പോൾ ഒരു കർവായിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വരച്ചിരിക്കുന്നതിലെ വെട്ടിയെടുക്കാം. ആ സൈഡ് പിടിയിക്കാം. സൈഡ് അവിടെ ഓപ്പൺ വേണ്ടിയതാവുണ്ടാവും. സൈഡും കൂടെ പിടിയിച്ചു കൊടുക്കാം. ഇങ്ങനെ ഫ്രണ്ട് പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസാണ് വെട്ടേണ്ടത്. ഇനി നമ്മൾ ബാക്ക് പീസാണ് വെട്ടാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടിയിരിക്കുന്ന ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടിയത് വെളിയിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് അതിന് പിന്നെ വണ്ണം കൂടുതൽ വേണം. 2.5 ഇഞ്ച് മോൾ ഭാഗം കൊണ്ട് ഒരു 2.5 എടുക്കുക. ക്രോച്ച് ഏരിയയുടെ അവിടെയും കൊണ്ടുവരെയും കൂടെ ഒരു 2.5 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും.
പക്ഷേ ഇവിടെ പിന്നെ ഇപ്പം നമ്മളിവിടെ ക്രോച്ചേരിയുടെ അവിടെ 2.5 എടുത്തെങ്കിൽ ഇനി താഴേക്ക് നമുക്ക് അത്ര കാലിനാകുമ്പോൾ മണ്ണ് അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു 1.5 ഇഞ്ചൊക്കെ മണ്ണ് ഇട്ടാൽ മതി, കൂടുതലിട്ടാൽ മതി. ഇനി നമുക്കിപ്പോൾ വരച്ചിരിക്കുന്ന പോലെ തന്നെ അതിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പുറത്തെ സൈഡ് നമ്മൾ ഒന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. ഫ്രണ്ട് വെട്ടി വെച്ചിരിക്കുന്ന അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വെട്ടിയെടുക്കുന്നത്. അപ്പോഴും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കാനാണ് പോകുന്നത്. ഇനി നമ്മൾ തയ്ക്കാനായിട്ട് പോവുകയാണ്. ഫ്രണ്ട് പീസ് വെട്ടി വെച്ചിരുന്ന ആ 2 പീസും കൂടി എടുക്കുക. അതിൽ അതിൻ്റെ മോൾ ഭാഗം അങ്ങനെ അതിൻ്റെ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നെടുത്ത് വെച്ചിട്ട് തയ്ക്കുന്നത് അവിടെയാണ് തയ്ക്കുന്നത്, ഇപ്പുറത്തെ സൈഡല്ല, അവിടെ മാത്രം. അങ്ങനെ ഒന്ന് അടിക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൻ്റെയും ആ ഭാഗം മാത്രം അടിക്കുക. അങ്ങനെ എടുത്ത് വെച്ച് അവിടും ഇതുപോലെ തന്നെ അടിക്കുക. ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒന്നിൻ്റെ നല്ല വശവും കൂടെ കൂട്ടിയിട്ടിട്ട് 2 സൈഡും അടിക്കുക. 2ൻ്റെയും തുമ്പ് തമ്മിൽ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് തുമ്പിട്ടിട്ട് താഴെ വരെ അടിച്ചു പോവുക. നമ്മൾ 2 സൈഡും കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടിയത് അടി ആണ് അടിക്കേണ്ടത്. അടിഭാഗം സൈഡ് അടിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് കാലിൻ്റെ അടിഭാഗത്തിന് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആ 1 ഇഞ്ച് കണക്കാക്കി മടക്കി അടിക്കുക. 2 കാലും ഒരേപോലെ. കാലിൻ്റെ അടിഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി 2 കാലിൻ്റെ സൈഡ് തമ്മിൽ കൂട്ടി പിടിപ്പിച്ച് മുകളിലേക്ക് അടിച്ചു വിടുക. അതിൽ കാലിന് അടിവണ്ണം ഒരു 6 ഇഞ്ച് വണ്ണം മതി. കാലിന് 6 ഇഞ്ച് വണ്ണം എടുത്തിട്ട് ആ വണ്ണത്തിൽ മുകളിലേക്ക് അടിച്ചു പോവുക. മുകളിലേക്ക് അടിച്ച് താഴെ മറ്റേ കാലിലേക്ക് വരെ കൊണ്ടുവന്ന് യോജിപ്പിക്കുക. അപ്പം കാല് അടിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് മുകളിലത്തെ ഭാഗം, എലാസ്റ്റിക് ഇടുന്ന ഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ്. അതിൽ 2 ഇഞ്ച് നമ്മളവിടെ തുമ്പിനുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണക്കാക്കി മടക്കിയെടുക്കുക. എലാസ്റ്റിക് ഇടാൻ കണക്കാക്കി മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ച് വരുമ്പോൾ കംപ്ലീറ്റ് അടിച്ച് പൂർത്തിയാക്കരുത്, ഒരു ഗ്യാപ്പ് കൊടുക്കുക എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടിക്കുക. ഇനി പടിയിൽ കൂടി എലാസ്റ്റിക് കിടത്തുകയാണ് ചെയ്യേണ്ടത്. എലാസ്റ്റിക് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അരവണ്ണം എത്രയാണോ ആ അരവണ്ണത്തിനേക്കാളും ഒരു 4 ഇഞ്ചൊക്കെ കുറച്ചിട്ട് എലാസ്റ്റിക് എടുത്താൽ മതി. അത് നമുക്ക് ഒരു പിന്നുകൊണ്ട് അതിനകത്ത് ഉള്ളിലൂടെ കയറ്റിയിട്ട് എലാസ്റ്റിക് കൂട്ടിപ്പിടിപ്പിക്കാം. നമ്മളിപ്പോൾ എലാസ്റ്റിക് ഇട്ട് പുറത്തെടുത്തു. ഇനി നമ്മൾ എലാസ്റ്റിക് തമ്മിൽ കൂട്ടി അടിക്കുക. കൂട്ടി അടിച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്കവിടെ ചെറിയ തുറപ്പ് ഉണ്ടായിരുന്നില്ല, ആ തുറപ്പും കൂടെ ക്ലോസ് ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മൾ സിഗരറ്റ് പാൻറ് തയ്ച്ചു കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്ച്ചു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.